രാഹുൽ എന്താണ് ഹൈക്കോടതിയുടെ വിധിയിൽ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് തന്നെ ഇതിൽ പ്രഥമ ദൃഷ്ടിയായുള്ള തെളിവുകളാണ് ഹൈക്കോടതി പറയുന്നത്. അത് മാത്രമല്ല, സിദ്ദിഖ് ഉന്നയിച്ച പല കാര്യങ്ങളും, സിദ്ദിഖിനെ വ്യക്തിഹത്യ നടത്തുവാനായിട്ടുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട് നടിയുടെ ഭാഗത്തുനിന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹൈക്കോടതി ഈ ഘട്ടത്തിൽ പരിഗണിച്ചിട്ടേ ഇല്ല. ഇവിടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യട്ടെ എന്ന നിലപാടിലേക്ക് ഹൈക്കോടതി പോകുന്നതിനൊപ്പം തന്നെ അവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും പരാമർശ വിഷയമായിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചതിനെ കുറിച്ചുള്ള പരാമർശം പോലും ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുകയാണ് ഈ വിധി ന്യായത്തിൽ. അതുകൊണ്ട് അത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ഹൈക്കോടതി ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത്. ശ്രീ മഞ്ജുഷ്, 3 കാര്യങ്ങൾ. ഇതിൽ എങ്ങനെയാണ് പോക്സോ അട്രാക്ട് ആവുന്നത്? 1994 ഈ പെൺകുട്ടി ജനിച്ചത്. 22 വയസ്സിലാണ് അവർ സിദ്ദിഖിനെ കണ്ടത്, അല്ലെങ്കിൽ കണ്ടു എന്ന് പറയപ്പെടുന്നത്. അപ്പൊ എന്തായാലും നേരത്തെ പറഞ്ഞ വാദങ്ങൾ ശരിയല്ലെന്ന് ഉറപ്പായില്ലേ? ഇനി 2, അതിന്റെ തെളിവ് ഇതാണ്. ചൈനയിൽ ഈ വ്യക്തി പഠിച്ച എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രേഖകളാണിത്. അവിടെ നിന്ന് ഈ വ്യക്തിയെ കൂടെയുള്ള പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ എടുത്തതിന് പുറത്താക്കുകയാണ്. അവിടെ ഈ കുട്ടിയുടെ ബാഡ് ബിഹേവിയർ കാരണം, മോശകരമായ ബിഹേവിയർ കാരണം, അവിടുത്തെ ആൺകുട്ടികളോടുള്ള ഇടപെടൽ കാരണം, പെൺകുട്ടികളുടെ നഗ്നചിത്രം എടുത്തത് കാരണം, പലയിടത്ത് മാറി താമസിച്ചത് കാരണം ഈ കുട്ടിയെ പുറത്താക്കുന്നതിന്റെ ഔദ്യോഗിക രേഖകളാണ് ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അവിടെ ആ ഫോട്ടോ ഹൈക്കോടതിയിൽ ഈ വാദം ഉന്നയിച്ചതാണല്ലോ അല്ലേ? ഇത്തരം എല്ലാ വാദങ്ങളും, അതായത് ആന്റിസിഡൻസ്, അങ്ങനെയാണെങ്കിൽ ജാമ്യം കിട്ടിയേനെ സിദ്ദിഖിന്. അല്ല, കോടതി എന്ത് തീരുമാനിച്ചാൽ നമ്മൾ കോടതിയെ ബഹുമാനിക്കും. ഞങ്ങൾ ആരും കോടതികളെ കുറ്റം പറയുന്ന ആൾക്കാരോ കോടതി മോശക്കാരാണ്, ജഡ്ജിമാർ മോശക്കാരാണെന്ന് പറയുന്നവരല്ല. അതുകൊണ്ട് കോടതി എന്ത് പറഞ്ഞാലും ബഹുമാനിക്കും. ഇനി 2 കാര്യങ്ങൾ. ഒന്ന്, അങ്ങനെയാണെങ്കിൽ കോടതി മുൻകൂർ ജാമ്യം കൊടുത്തതിന് സിദ്ദിഖിന്, ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഈ ഉന്നയിച്ച കാര്യം ഇത് ലേൺഡ് കൗൺസിൽ ഇത് രാമൻപിള്ള ഉന്നയിച്ചതാണല്ലോ കോടതിയിൽ. ഇത് വിയോജിച്ചുകൊണ്ടല്ലേ സുപ്രീം കോടതിയിൽ പോകുന്നത്. ബഹുമാനപ്പെട്ട കോടതിയെ ആദരിക്കുന്നു, അവരുടെ വിധി പ്രസ്താവത്തോട് വിയോജിപ്പുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ അപ്പീലിന് പോകുന്നത്, അല്ലെങ്കിൽ എല്ലാവരും അപ്പീലിന് പോകുന്നത്, ഏത് കേസാണെങ്കിലും. 2 കാര്യങ്ങൾ. ഒരു വ്യക്തിക്ക് മുൻകൂർ ജാമ്യം കിട്ടിയോണ്ട് ആ വ്യക്തി നിരപരാധി ആകുന്നില്ല. അതേപോലെ ഒരു വ്യക്തിക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചത് കൊണ്ട് അയാൾ അപരാധിയുമാകുന്നില്ല. അതായത് ഒരു വ്യക്തിക്ക് മുൻകൂർ ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞ് അയാൾ നിരപരാധിയാണെന്ന് കോടതി പറയുന്നില്ല. 2, മുൻകൂർ ജാമ്യം കിട്ടാത്തത് കൊണ്ട് ആ വ്യക്തി അപരാധിയുമാകുന്നില്ല. അത് കേസിന്റെ ഒരു പ്രോസസ്സാണ്. ശ്രീ സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് ടോട്ടലി മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഇങ്ങനൊരു സംഭവം ഡിനേ ചെയ്യുകയാണ്. കാരണം ഈ കുട്ടിയുടെ മൊഴിയിൽ മാറ്റമുണ്ട്. 2019 പറഞ്ഞല്ല, 2020 പറഞ്ഞല്ല. അവിടെ കണ്ടിട്ടുണ്ടെന്ന കാര്യവും ആ സാക്ഷികളുണ്ടല്ലോ, അവരെ കണ്ടിട്ടുണ്ടെന്ന കാര്യവും ഒക്കെ സമ്മതിച്ചിട്ടുണ്ട്. സാക്ഷികൾ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും സുഹൃത്തുമല്ലേ? അവരെ കൊണ്ട് വിട്ടു. എന്തിന് മസ്കറ്റ് കൊണ്ട് വിട്ടു എന്ന് മറ്റൊരു ചോദ്യം ഉണ്ടായി, ഞാൻ ചോദിക്കുന്നില്ല, അത് ഞാൻ വിടുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞ വഴി 2019 ഫേസ്ബുക്കിൽ ഉന്നയിച്ചതിൽ വെർബൽ ഹരാസ്മെന്റ് ഉള്ളായിരുന്നു, വാക്കുകൊണ്ടുള്ള ഹരാസ്മെന്റ്. വെർബൽ ഹരാസ്മെന്റ് എങ്ങനെ ഫിസിക്കൽ റേപ്പായി മാറി? സംശയം ആർക്കും തോന്നില്ലേ? അതിനുള്ള മറുപടി ഹൈക്കോടതിയുടെ ഉത്തരവിൽ തന്നിട്ടുണ്ട് രാഹുൽ. അതിനുള്ള മറുപടി ഹൈക്കോടതിയുടെ ഉത്തരവിലുണ്ടല്ലോ. ഹൈക്കോടതിക്ക് പറയാൻ പറ്റും. ഹൈക്കോടതി ഈ ഘട്ടത്തിൽ പറഞ്ഞത് ഇരയുടെ, അതായത് ഈ പരാതിക്കാരിയുടെ മൊഴിയിൽ അവിശ്വാസം നോക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ്. സംശയമില്ലല്ലോ. മിനി, അക്കാര്യത്തിൽ രാഹുൽ പറയുന്നതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ കോടതിയിൽ വന്നിട്ടുള്ളതാണല്ലോ അല്ലേ മിനി? എന്തായാലും തീർത്തോട്ടെ. ഒരു വാദം മുമ്പോട്ട് വെക്കല്ലേ, ഒരു വരി കൂടി എടുക്കൂ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുടെ അവസാന വരി ഇങ്ങനെയാണ്: കേസിന്റെ മെറിറ്റിലേക്ക് ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ നടത്തിയ ഒബ്സർവേഷൻസ് ഒന്നും കേസിന്റെ മെറിറ്റിനെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയുടെ വിധി അവസാനിക്കുന്നത്. എല്ലാ മുൻകൂർ ജാമ്യ വിധികളിലും മിക്കവാറും വിധികളിലും അങ്ങനെ പറയാറുള്ളതാണ്. കേസിന്റെ മെറിറ്റിലേക്ക് കടന്നില്ല എന്ന് കോടതി വളരെ വ്യക്തമായിട്ട്. ഇതൊരു പ്രോസസ്സാണ്. ശ്രീ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ, ഇൻകൺസിസ്റ്റൻസി കാണാതിരിക്കുന്നു. ശരി, ശ്രീ ടി ബി മിനി.